ഹായ് എവ്രി വൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക് പഠിക്കാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം. അപ്പൊ നമുക്ക് ഇന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കാം. ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം. ഫസ്റ്റ് വേർഡ് ആണ് അക്കോമോഡേറ്റ്. വലിയ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. അക്കോമോഡേറ്റ് കണ്ടോ, അക്കോമോഡേറ്റ്, അക്കോമോഡേറ്റ്. രണ്ട് സി ഉണ്ട് കേട്ടോ, രണ്ട് എം ഉണ്ട്. അപ്പൊ തറപ്പിച്ച് പറയാം, അക്കോമോഡേറ്റ്. ഓക്കെ, ACCOMMODATE, അക്കോമോഡേറ്റ്, അക്കോമോഡേറ്റ്. ഓക്കെ, അടുത്ത വാക്കാണ് ഗ്യാരണ്ടി. കണ്ടോ, ചില വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യണ പോലെ ആവണമെന്നില്ല എഴുതുന്നത്. അപ്പൊ ഗ്യാരണ്ടി എന്ന് പറയുന്നത് GUA ആണ്, ഓർത്ത് വെക്കാം കേട്ടോ. ഗ്യാരണ്ടി, ഡബിൾ ഇ ഉണ്ട്. ഗ്യാരണ്ടി വേണേ ഒന്ന് നീട്ടി പറഞ്ഞു, അപ്പൊ ഓർക്കാം നമുക്ക് ഡബിൾ ഇ ഉണ്ട് കേട്ടോ. GUA, ഗ്യാരണ്ടി, റാൻറ്റി. കണ്ടോ, റാൻറ്റി, ഗ്യാരണ്ടി. ഓർത്ത് വെക്കുക, GUA ആണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത. നെക്സ്റ്റ് വേർഡ് ആണ് ഹരാസ്. ഹരാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹരാസ് ഒരാറും രണ്ട് എസ് ആണ്. അതാണ് നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം, ഹരാസ്. അപ്പൊ ആറിന്റെ ഭാഗം ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി, ഹരാസ്. കണ്ടോ, ഹരാസ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ആറും രണ്ട് എസ് ഉള്ളൂ, ഹരാസ് കേട്ടോ. അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പൊ അക്കോമോഡേറ്റ്, ഗ്യാരണ്ടി, ഹരാസ്. കണ്ടോ, അത് പഠിച്ചു. ഇനി അടുത്ത് നോക്കാം, എലോട്ട്. എലോട്ട് എന്നുള്ള ഒരു വാക്ക് നമ്മൾ തെറ്റിച്ച് ചിലപ്പോൾ ഒറ്റ വേർഡ് ആണെന്ന് വിചാരിക്കും. എലോട്ട് അല്ല, എ ലോട്ട് എന്നാണ് നമ്മൾ എഴുതുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, എ ലോട്ട്. നെക്സ്റ്റ് ആണ് അമച്വർ. അമച്വർ കണ്ടോ, അമച്വർ എന്നാണ് നമ്മൾ വായിക്കുന്നെങ്കിൽ കണ്ടോ, അമച്വർ, TEUR, TEUR. ഓക്കെ, ചില വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കുക, ചില വേർഡ്സിന്റെ ഒന്നിലധികം പ്രൊനൗൺസിയേഷൻ ചിലതിനുണ്ടാവും. മീൻസ് രണ്ടും ശരി അങ്ങനെ പറയും. ചിലത് അതേപോലെ സ്പെല്ലിംഗ് ഉണ്ട് ചിലതിന്, രണ്ടും ശരി എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചില വേർഡ്സിനൊക്കെ വേറൊരു സ്പെല്ലിംഗ് കണ്ടാലും അല്ല ഇതല്ലല്ലോ ഞാൻ പഠിച്ച അങ്ങനെ ഓർക്കണ്ട. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ചിലത് രണ്ട് സ്പെല്ലിങ്ങും കറക്റ്റ് ഉള്ള വേർഡ്സും ഉണ്ട്. അപ്പൊ ചിലത് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും രണ്ട് സ്പെല്ലിംഗ് വരുന്ന വാക്കുകളും ഉണ്ട് കേട്ടോ. അപ്പൊ അമച്വർ നമ്മൾ സാധാരണ പഠിക്കുന്നത്, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണ് നമ്മളൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, അമച്വർ. അമച്വർ, TEUR, അമച്വർ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ആർഗ്യൂവും ആർഗ്യുമെന്റും. അത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. അപ്പൊ ആർഗ്യൂ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇ എഴുതും, അതേസമയം ആർഗ്യുമെന്റ് എന്ന് എഴുതുമ്പോൾ I നമ്മൾ എഴുതില്ല. അപ്പൊ ആർഗ്യൂ എന്നും ആർഗ്യുമെന്റ് എന്നും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആർഗ്യൂ ആൻഡ് ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ അക്കോമോഡേറ്റ്, ഗ്യാരണ്ടി, ഹരാസ്, എലോട്ട്, അമച്വർ, TEUR, ആർഗ്യൂ, ആർഗ്യുമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വാക്ക് ഇനോക്യുലേറ്റ്. അതൊന്നും തറപ്പിച്ച് വേണ്ട, ഒന്നും ഡബിൾ ഇല്ല കണ്ടോ, ഓരോന്നുള്ളൂ. ഇനോക്യുലേറ്റ്, ഇനോക്യുലേറ്റ് കണ്ടോ, ഇനോക്യുലേറ്റ് അങ്ങനെ പഠിച്ചാൽ. അപ്പൊ രണ്ട് ഉണ്ടോ, അതേപോലെ ഇവിടെ A ആണോ, അതൊക്കെയാണ് നമുക്ക് സംശയം വരിക. അപ്പൊ തറപ്പിച്ച് പറയണ്ട, സോഫ്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇനോക്യുലേറ്റ്, ഇനോക്യുലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ആണ് ഹയറാർക്കി. ഹയറാർക്കി, ഹയറാർക്കി നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൺഫ്യൂഷൻ വരിക, IE ആണോ EI ആണോ. അപ്പൊ ഹൈ, ഹൈ നമ്മളിപ്പോ മെസ്സേജ് ഒക്കെ അയക്കുമ്പോ ഹായ് നമ്മൾ HI എന്ന് എഴുതില്ല, അത് ഓർക്കാം. ഹൈ കണ്ടോ, ഹൈ എറാർക്കി. ഈ ആർക്കി ഒന്നും നമുക്ക് സംശയം വരില്ല, ഈ ഒരു ഭാഗത്തെ സംശയം വരുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഓർക്കാം, ഹൈ ആർക്കി, ഹൈ കണ്ട, ഹൈ HI, ഹൈ എറാർക്കി, ഹയറാർക്കി. ഹയറാർക്കി ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം നമുക്ക് സംശയം വരാൻ സാധ്യതയുള്ള ഒരു വാക്കായുണ്ട് കേട്ടോ. നെക്സ്റ്റ് ബെൽ വെദർ. ബെൽ വെദർ. ഈ ബെൽ വെദർ എന്ന് പറയുമ്പോൾ WETHER. ബെൽ, ബെൽ നമുക്കറിയാം BELL, ബെൽ. വെദർ WETHER ആണ് കേട്ടോ, ബെൽ വെദർ, ബെൽ വെദർ. അപ്പൊ ഇനോക്യുലേറ്റ്, ഹയറാർക്കി, ബെൽ വെദർ. ഓക്കെ, നെക്സ്റ്റ് കലണ്ടർ. കലണ്ടറും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കലണ്ടർ നമുക്ക് ഈ ഒരു ഭാഗത്ത് സംശയം വരാം, കലൻഡാർ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. കലൻഡാർ. അപ്പൊ CALENDAR, കലൻഡാർ കേട്ടോ. പറയുന്നതുകൊണ്ട് അപ്പൊ ഒന്ന് എഴുതി കൂടെ നോക്കാം. നെക്സ്റ്റ് വർക്ക് അസാസിനേഷൻ. അസാസിനേഷൻ തറപ്പിച്ച് പറയാം, രണ്ട് എസ് കണ്ടോ, രണ്ട് എസ് ഉണ്ട്. അസാസിനേഷൻ, അസാസിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് സീജ്. സീജും ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത, സീജ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ SI ആദ്യം പഠിക്കുക, ഈജ്, ഈജ് സെപ്പറേറ്റ് പഠിക്കുക, EGE വെറുതെ നമ്മൾ ഒരു എളുപ്പത്തിനാണ് കേട്ടോ, ഈജ്. അപ്പൊ ഈജ്, സീജ്.
ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. അക്കോമഡേറ്റ്, ഗ്യാരണ്ടി, ഹരാസ്, കണ്ട എലോട്ട്, അമച്വർ, ആർഗ്യൂം, ആർഗ്യുമെന്റ്, ഇനോക്യുലേറ്റ്, ഹയറാർക്കി, ബെൽ, വെദർ, കലണ്ടർ, കലണ്ടാർ, കണ്ട കലണ്ടാർ ആണ്, അസാസിനേഷൻ, സീജ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ജ്വല്ലറി, കണ്ട ജ്വല്ലറി നമ്മൾ ജ്വല്ലറി എന്നാണ് പറയാ. അപ്പൊ നമുക്ക് അതൊരു സംശയം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ജുവൽ വരെ നമുക്ക് സംശയം ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ജ്വല്ലറിന്ന് കണ്ട അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ജ്വല്ലറി നമ്മൾ സാധാരണ അങ്ങനെയല്ലേ പറയാം, ജ്വല്ലറി പോയി അങ്ങനെയല്ലേ പറയാം. അപ്പൊ അങ്ങനെ ഓർക്കാം കേട്ടോ. ജുവൽ ഇത് നമുക്ക് സംശയമില്ല, ഈ ലറിയാണ് നമുക്ക് സംശയം. അപ്പൊ ജുവല്ലറി എന്നങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. ജ്വല്ലറി എന്നാണ് നമുക്ക് ശരിക്കും പറയാം. അപ്പൊ സ്പെല്ലിംഗ് പഠിക്കാൻ വേണ്ടി നമുക്ക് ജ്വല്ലറി തന്നെ പഠിക്കാം. അപ്പൊ LLERY കേട്ടോ, ജ്വല്ലറി. അടുത്തത് ലിഷർ. ഇതും ഇങ്ങനത്തെ സ്പെല്ലിംഗ് ഒക്കെ അങ്ങനെയാണ്, നമുക്ക് EI ആണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ ലീ ആദ്യം പഠിക്കാം. EI ലൈ കണ്ട, ലെയ്ഷർ. ഷുവർ എന്ന് ഓർക്കാം, ഷുവർ നമുക്കറിയാം, ഷുവർ. അപ്പൊ ഷുവർ കണ്ട, LEISURE ലിഷർ, LEISURE ലിഷർ. ഓക്കെ, അടുത്ത നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് സെമിട്രി. കണ്ടോ, സെമിട്രി എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ പറയണ പോലെ ആലോചിച്ചാൽ മതി. സെമിത്തേരി എന്നല്ലേ നമ്മൾ പറയാം, സെമിത്തേരി. അപ്പൊ എല്ലാം ഇ ആണ് കേട്ടോ. സെമിട്രി എന്ന് നമ്മൾ പറഞ്ഞാലും എഴുതുമ്പോ സെമിത്തേരി എന്നോർത്താൽ മതി കേട്ടോ. അപ്പൊ സെമിട്രി എന്ന് പറയുന്ന എല്ലാം ഇ ആണ്. CEMETERY ഒക്കെ ഇ ആണ് കേട്ടോ. അപ്പൊ TERY ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഓർക്കാൻ എന്ത് ചെയ്യും, ടി ഉണ്ടെന്ന് ഓർക്കാൻ എന്ത് ചെയ്യും, സെമിത്തേരി എന്ന് ഓർക്കുക കേട്ടോ. മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എംബാരസ്മെന്റ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എംബാരസ് അത് നമ്മൾ രണ്ടും തറപ്പിച്ച് പറയാം കേട്ടോ. നേരത്തെ നമ്മൾ ഹരാസ് പഠിച്ചു, അപ്പൊ അതും കൂടെ ഓർത്ത് പഠിക്കാം. ഹരാസിന് ഒരാറുള്ളൂ നമുക്കറിയാം, നമ്മൾ പതുക്കെ പറഞ്ഞ ഹരാസ്. ഇത് എംബാരസ് കണ്ടോ, 2 ആറും ഉണ്ട്, 2 എസും ഉണ്ട്. അപ്പൊ എംബാരസ്മെന്റ് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അവിടെ ഒരു MENT കൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പൊ എംബാരസ് കണ്ടോ, എംബാരസ് 2 ആറ് 2 എസ്. ഓക്കെ, അപ്പൊ നമ്മൾ ജ്വല്ലറി പഠിച്ചു, ലെയ്ഷോർ പഠിച്ചു, ലിഷർ ജ്വല്ലറി, ലിഷർ. സെമിട്രി എന്നുള്ളത് നമ്മൾ എങ്ങനെ പഠിച്ച, സെമിത്തേരി എന്ന് പഠിച്ച എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അപ്പൊ എംബാരസ് റസ്. ഓക്കെ, നമ്മൾ സ്പെല്ലിംഗ് പഠിക്കാനായിട്ട് പറയുന്ന പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ഓർക്കരുത്. നമ്മൾ സ്പെല്ലിംഗ് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടി അങ്ങനെ മാറ്റി പറയുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഓർക്കുക, അത് സ്പെല്ലിംഗ് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ തോന്നിയ പ്രൊനൗൺസിയേഷൻ ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ സ്പെല്ലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി, അതാണ് നമുക്ക് എളുപ്പം. ഓക്കെ, അടുത്ത് നോക്കാം. ഒക്യുറൻസ് കണ്ട, ഒക്യുറൻസ്. ഈ റെൻസ് ഓർക്കുക, അവസാനം ഒരു റെൻസ് ഉണ്ട്, പിന്നെ ഒരു ഒക്യൂർ ഉണ്ടെന്ന് ഓർത്താൽ മതി കേട്ടോ. ഒരു ഒക്യൂർ ഉണ്ട്, പിന്നെ ഒരു റെൻസും ഉണ്ട്. അപ്പൊ ഒക്യൂർ കണ്ടോ, 2 സിയും 2 ആർ. അപ്പൊ ഒക്യൂറും ഉണ്ട്, ഒരു റെൻസും ഉണ്ട്. അപ്പൊ ഒക്യുറൻസ് 2 സിയും 2 ആറും ഉണ്ട് കേട്ടോ. OCCURRENC ഒക്യുറൻസ്. അടുത്ത് എക്സ്പീരിയൻസ് കണ്ട, എക്സ്പീരിയൻസ് എല്ലാം ഇ ആണെന്ന് ഓർത്താൽ മതി. എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസിന് തുടക്കം ഇ അല്ലേ, അതെല്ലാം ഇ. എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെ ഒരു എ ആണോ ഇ ആണോ എന്നാണ് നമുക്കൊരു സംശയം വരാം. അപ്പൊ ഇങ്ങനെ ഓർക്കുക, തുടക്കം ഇ അല്ലേ, എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾ ഇ കൊണ്ട് തുടങ്ങാം, അത് നമുക്ക് സംശയമില്ല. അതെല്ലാം ഇ ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ജ്വല്ലറി, ലെഷർ, സെമിട്രി, എംബാരസ്, ഒക്യുറൻസ്, എക്സ്പീരിയൻസ്. നെക്സ്റ്റ് നോക്കാം, സെപ്പറേറ്റ് അങ്ങനെ പഠിക്കാം. റേറ്റ് നമുക്കറിയാലോ, RAT നമുക്ക് തെറ്റില്ല, അത് പഠിച്ചു നോക്കിയാൽ. റേറ്റ് നമുക്കറിയാം, RAT. സെപ്പ എന്ന് പഠിച്ചാൽ മതി, സെപ്പറേറ്റ്. അപ്പൊ സെപ്പറേറ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നൈബർ. NEGH നെയ് കണ്ട, NEIGH നെയ്ബർ. BOUR ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. NEIGH BOUR നെയ്ബർ. ഓക്കെ, നെക്സ്റ്റ് മില്ലേനിയം തറപ്പിച്ച് പറയാം, 2 L 2 N. മില്ലേനിയം. ഓക്കെ, അത് നമുക്ക് തെറ്റാൻ സാധ്യതയില്ല, ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ബിസാർ BI നമുക്കറിയാം, Z ബിസാർ എന്ന് തർപ്പിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ 2 ആറും 1 ഇയും കേട്ടോ. ബിസാർ 2 ആറും 1 ഇയും ഒന്ന് തർപ്പിച്ച് പറയാം, ബിസാർ. ഓക്കെ, കൊളോക്യുവൽ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊളോക്യുവൽ
കൊളോക്യുവൽ കണ്ടോ, കൊള്ളോ നമ്മൾ പഠിക്കും, കൊള്ളോ, CO അല്ലല്ലോ, QL കേട്ടോ, QUIAL കൊളോക്യുവൽ. അപ്പൊ നമുക്ക് പറയുന്ന പോലെ അല്ല എഴുതുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം, കൊള്ളോ, CO അല്ലല്ലോ, QUIAL QL രണ്ടാക്കി പഠിച്ചോ കേട്ടോ, കൊള്ളോ QUIAL കൊളോക്യുവൽ. അടുത്ത് പ്ലേ റൈറ്റ് പ്ലേ റൈറ്റ് അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ റൈറ്റ് എന്ന് പറയുന്നത് WRIGHT എന്ന് ഓർക്കുക കേട്ടോ, പ്ലേ റൈറ്റ്. ഓക്കെ, WRIGHT ആണ് പ്ലേ റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു ഒന്നും കൂടെ ഒന്ന് ഓർക്കാം കേട്ടോ, സ്പെല്ലിംഗ് ഓർക്കാം. ജ്വല്ലറി, ലീഷർ, സെമിട്രി, എംബാരസ്, ഒക്യുറൻസ്, എക്സ്പീരിയൻസ്, സെപ്പറേറ്റ്, നൈബർ, മില്ലേനിയം കേട്ടോ, ബിസാർ, കൊളോക്യുവൽ, പ്ലേ റൈറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയും കൂടെ നോക്കാം കേട്ടോ, കിട്ടുന്നുണ്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഓക്കെ, അടുത്ത് റൈറ്റിംഗ് നമുക്കറിയാം, ഒരു ടി ഉള്ളൂ എന്ന് ഓർത്താൽ മതി കേട്ടോ, റൈറ്റിംഗ്. നെക്സ്റ്റ് ന്യൂമോണിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂമോണിയക്ക് ഒരു പി ഉണ്ട്, പി സൈലന്റ് ആണ്, പക്ഷെ നമുക്കത് അറിയാം, നമ്മൾ പഠിക്കാമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു EU ആ ഒരു ഭാഗമാണ് സംശയം കേട്ടോ. അപ്പൊ ന്യൂമോണിയ എന്ന് പഠിച്ചാൽ മതി, ന്യൂമോണിയ കേട്ടോ. പി സൈലന്റ് ആണ്, പക്ഷെ പി ഉണ്ടാവും, മിക്കവാറും എല്ലാ ഓപ്ഷനിലും പി ഉണ്ടാവും, അത് ഓർത്താൽ മതി. അപ്പൊ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ നീ എന്ന് ഓർക്കാം, മോണിയ നമുക്കറിയാം, മോണിയ. അപ്പൊ ന്യൂമോണിയ. ഓക്കെ, NEUMONIA. ഓക്കെ, അപ്പൊ അതാണ് ന്യൂമോണിയ. റൈറ്റിംഗ് പഠിച്ചു, ന്യൂമോണിയ പഠിച്ചു. അടുത്ത് അസൈൻമെന്റ് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയില്ല, കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. ASSIGN അസൈൻമെന്റ് കേട്ടോ, അസൈൻമെന്റ്. ഓക്കെ, അടുത്തത് ഓഫ് സ്പ്രിങ് കേട്ടോ, ഓഫ് സ്പ്രിങ് അങ്ങനെ പഠിച്ചാൽ മതി, 2 S ഇല്ല. അതേപോലെ ഓഫിന് 2 F ഉണ്ട് താൻ, അതാണ് നമുക്ക് തെറ്റാൻ സാധ്യത കേട്ടോ. ഓഫ് സ്പ്രിങ് ഓഫ് ചെയ്യാന്ന് ഓർത്താൽ മതി കേട്ടോ, ഓഫ് സ്പ്രിങ്. ഓക്കെ, നെക്സ്റ്റ് എക്സാജറേറ്റ്, അത് തറപ്പിച്ച് പറഞ്ഞു, 2 G ഉണ്ട്, അപ്പൊ രണ്ടെണ്ണമൊക്കെ നമ്മൾ തറപ്പിച്ച് പറയാം. എക്സാജറേറ്റ് കേൾക്കണവരൊക്കെ നെട്ടട്ടെ, തറപ്പിച്ച് പറഞ്ഞു, എക്സാജറേറ്റ് കേട്ടോ, 2 G ഉണ്ട് നോക്കാം. എക്സാ നമുക്കറിയാം, ജെറേറ്റ് 2 G, അതാണ് തെറ്റാൻ സാധ്യതയുള്ളൂ. ഇതൊരു ഭാഗം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ റൈറ്റിംഗ് ഒരു ടി ഉള്ള അറിയാം, ന്യൂമോണിയ നമ്മൾ പഠിച്ചു, ന്യൂമോണിയ. അസൈൻമെന്റ് നമുക്കറിയാം, ഓഫ് സ്പ്രിങ്, എക്സാജറേറ്റ്. അടുത്ത റെസിപ്റ്റ് കണ്ടോ, റെസിപ്റ്റ് ഒരു പി ഉണ്ട്, അതേപോലെ ഇപ്റ്റ് അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ IPT ആണ് ലാസ്റ്റ് എന്ന് ഓർക്കുക. എന്നിട്ട് ഒരു റെസിയും ഉണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് കൺഫ്യൂഷൻ, IE ആണോ EI ആണോ കേട്ടോ. അപ്പൊ റെസിയും ഉണ്ട്, ഒരു IPT, ഇപ്റ്റ് അങ്ങനെ പഠിക്കാം കേട്ടോ, റെസിപ്റ്റ് കേട്ടോ, IPT ലാസ്റ്റ് എന്ന് ഓർക്കാം. നെക്സ്റ്റ് വാക്വം പ്രീവിയസ് ആണ്. വാക്വം കണ്ടോ, തറപ്പിക്കാണ്ട് പറഞ്ഞു, വാക്വം നീട്ടി പറയാം, 2 U ഉണ്ട് കേട്ടോ. അപ്പൊ 2 C ഉണ്ടെന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരെ, ഒരു C ഉള്ളൂ കേട്ടോ, വാക്വം കേട്ടോ, U എന്ന് നീട്ടി പറയാം. അപ്പൊ വാക്വം 2 U ഒരു C. ഓക്കെ, നെക്സ്റ്റ് ഒക്കേഷൻ നമുക്ക് സംശയം വരും, ഒരു S ഉള്ളൂ കേട്ടോ, SION, ഒക്കേഷൻ കണ്ട, ഒരു S ഉള്ളൂ, 2 C, ഒക്കേഷൻ കേട്ടോ. അതൊക്കെ തെറ്റാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഏറ്റവും അറിയാവുന്ന സ്പെല്ലിംഗ് ആണ് നമ്മൾ പെട്ടെന്ന് തെറ്റിക്കുക, ഡിഫിക്കൽട്ട് ഉള്ളതൊക്കെ നമ്മൾ വേഗം ആൻസർ ചെയ്യും. അതുകൊണ്ട് അറിയാവുന്ന തന്നെ തറപ്പിച്ച് പഠിക്കുക. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് ആ വാക്ക് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് വേർഡ് ഏതാന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് നോക്കി വേഗം ആൻസർ കേട്ടോ. ഒരുപാട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ശരിയാണെന്ന് തോന്നും. ഓക്കെ, അപ്പൊ ഒക്കേഷൻ, OCCASION ഒക്കേഷൻ. നെക്സ്റ്റ് നോക്കൂ, സിസേഴ്സ് നമുക്കറിയാം, സീസേഴ്സ് 2 S ഉണ്ട്, O ആണ് കേട്ടോ, സിസേഴ്സ്. അപ്പൊ ഒക്കേഷൻ കണ്ടോ, അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി, ഒരു S ഉള്ളൂ, ഒക്കേഷൻ, സിസേഴ്സ്. മറ്റത് ലേഷൻ, LIA, ലിയ എന്ന് പഠിക്കാം, ലിയ ഇസൺ കേട്ടോ, അതാണ് ലേഷൻ, ലിയ ഇസൺ കേട്ടോ, ലേസൺ. നെക്സ്റ്റ് എൻസൈക്ലോപീഡിയ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എൻസൈക്ലോപീഡിയ, ക്വസ്റ്റ്യനെയർ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എൻസൈക്ലോ വരെ നമുക്കറിയാം, പീഡിയ മാത്രമേ ഉള്ളൂ പ്രശ്നം, പീഡിയ. അപ്പൊ പീഡിയ പോവാൻ പേടിയ എന്ന് ഓർത്താൽ മതി. അപ്പൊ PAE, പീഡിയ പോവാൻ പേടിയ, പീഡിയ എന്നുള്ളതിന് A ആദ്യം കേട്ടോ, പേടിയ എന്ന് ഓർക്കാം, A ആദ്യം കേട്ടോ. അപ്പൊ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു PAEDIA കേട്ടോ, പീഡിയ പോവാൻ പേടിയ. അപ്പൊ A അല്ലാദ്യം പറഞ്ഞ പേടിയ,
കണ്ടോ പ. അപ്പൊ എൻസൈക്ലോപീഡിയ, പീഡിയ കേട്ടോ, PAEDIA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയർ എളുപ്പമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, ക്വസ്റ്റ്യൻ അറിയാം. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് ഒരു നെയറും കൂടി എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നെയർ, ക്വസ്റ്റിനെയർ, ക്വസ്റ്റ്യൻ നെയർ, ക്വസ്റ്റിനെയർ, NAIR, ക്വസ്റ്റിനെയർ. ഓക്കെ, നെക്സ്റ്റ് നോട്ടീസബിൾ. കണ്ടോ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് തെറ്റ്, നോട്ടീസിയബിൾ എന്നാണ് എഴുതാം കേട്ടോ, നോട്ടീസിയബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നോട്ടീസ് എഴുതാം, ഒരു ഏബിളും കൂടെ എഴുതാം. ഓക്കെ, നോട്ടീസ് എബിൾ, നോട്ടീസബിൾ. അപ്പൊ ഒരു ഉണ്ടെന്ന് ഓർക്കാം. നോട്ടീസബിൾ. അപ്പൊ നമ്മൾ ആലോചിക്കുക, പരീക്ഷിക്കുക, നോട്ടീസിയബിൾ എന്നില്ലല്ലോ, നോട്ടീസബിളേ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക, അപ്പോഴാണ് തെറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നോട്ടീസ് എഴുതാ, എബിൾ എഴുതാ. അപ്പൊ നോട്ടീസിയബിൾ, EABLE. ഓക്കെ, അപ്പൊ ഓർത്ത് പഠിക്കുക. റൈറ്റിംഗ് പഠിച്ചു, നിമോണിയ കണ്ട, നിയൂമോണിയ. അസൈൻമെന്റ് നമുക്കറിയാം, ഓഫ് സ്പ്രിങ് പഠിച്ചു, എക്സാജറേറ്റ് പഠിച്ചു, റെസി ഇപ്റ്റ് പഠിച്ചു, വാക്വം പഠിച്ചു, ഒക്കേഷൻ പതുക്കെ പറയാം, സിസേഴ്സ്, ലേഷൻ, ലിയ ഇസൺ, ലിയ ഇസൺ കണ്ട, ലിയ ഇസൺ. ഇനി എൻസൈക്ലോ പേഡിയ, പേടിയാണ് നമുക്ക് കേട്ടോ, PAEDA, എൻസൈക്ലോപീഡിയയിൽ നമുക്ക് പേടിയ, പേടിയ. ഓക്കെ, ക്വസ്റ്റ്യൻ നെയർ, ക്വസ്റ്റ്യൻ നെയർ. ഓക്കെ, നോട്ടീസ്, നോട്ടീസ് എഴുതാം, ഏബിൾ, നോട്ടീസബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അടുത്തത്. നെക്സ്റ്റ് നോക്കൂ, 40. 40 സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. 40 കണ്ട, നമ്മൾ 4 എന്ന് എഴുതുമ്പോൾ FOUR എന്നാ 4 എന്ന് എഴുതാം അല്ലെ, പക്ഷെ 40ക്ക് എന്ത് വേണ്ട, യു വേണ്ട, 40. അതേപോലെ 12th എന്നാണ് എഴുതുക കേട്ടാ, 12th എന്നല്ല, 12th എന്നാണ് എഴുതുക. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക, 40, 12th. ഓക്കെ, പ്രിവിലേജ്, പ്രിവിലേജ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 2 L ഉണ്ടോന്നൊക്കെ സംശയം വരും കേട്ടോ. അപ്പൊ തറപ്പിച്ച് പറയണ്ട, നമ്മൾ പതുക്കെ പ്രിവിലേജ് കണ്ട, പ്രിവിൽ എഡ്ജ്, പ്രിവിലേജ്. ഓക്കെ, പ്രിവിൽ എഡ്ജ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ, പ്രിവിൽ എഡ്ജ്, പ്രിവിലേജ് ഒക്കെ ഓരോന്നുള്ളൂ, മീൻസ് ഡബിൾ ഇല്ല. ഓക്കെ, പ്രിവിലേജ്. നെക്സ്റ്റ് ഔട്ട് റൈറ്റ്, ഔട്ട് റൈറ്റ്, RIGHT ആണ്, ഔട്ട് റൈറ്റ്, ഔട്ട് റൈറ്റ്. നെക്സ്റ്റ് മെമെന്റോ, നമ്മൾ എപ്പോഴും മൊമെന്റോ മൊമെന്റോ എന്നാ പറയാം, പക്ഷെ കറക്റ്റ് വാക്ക് എന്താ, മെമെന്റോ ആണ് കേട്ടോ, മെമെന്റോ ആണ് കറക്റ്റ്, പഠിച്ചു വെക്കുക. മെമെന്റോ, മെമെന്റോ, മെമെന്റോ. ഓക്കെ, നെക്സ്റ്റ് മെന്യൂവർ. മെന്യൂവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്പെല്ലിംഗ് ആണെന്നൊന്നും തോന്നില്ല. അപ്പൊ എന്ത്, മാൻ കണ്ട, മാൻ യുവർ, മാൻ യുവർ എന്ന് പറയും, മെന്യൂവർ, മാൻ യുവർ, EUVER, മാൻ യുവർ, EUVER കേട്ടോ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം, മെന്യൂവർ. അപ്പൊ നമ്മൾ 40ക്ക് യു ഇല്ല, 12th എന്നാ പറയാ. പ്രിവിലേജിനെല്ലാം എല്ലൊക്കെ ഓരോന്നുള്ളൂ, അതാണ് നമുക്ക് സംശയം വരാം കേട്ടോ. പ്രിവിൽ എഡ്ജ് ഓക്കെ, ഒക്കെ ഡബിൾ ഇല്ല ഒന്നും. ഔട്ട് റൈറ്റ്, ഔട്ട് റൈറ്റ്. മെമെന്റോ, മെമെന്റോ, മെമെന്റോ. മെന്യൂവർ, മെന്യൂവർ, മെന്യൂവർ. ഓക്കെ, നെക്സ്റ്റ് മെയിൻ്റെനൻസ്, മെയിൻ്റെനൻസ്, മെയിൻ്റെനൻസ്. നമ്മൾ മെയിൻ പഠിക്കാം, മെയിൻ നമുക്കറിയാം, മെയിൻ നമുക്ക് തെറ്റില്ല, ടെനൻസ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. മെയിൻ പഠിക്കാം, ടെനൻസ്, ടെൻ കണ്ട, മെയിൻ ടെൻ അൻസ്, മെയിൻ്റെനൻസ്. 10 ഓർക്കാം കണ്ട, മെയിൻ ഓർക്കാം, 10 ഓർക്കാം, അൻസ് ഓർക്കാം. അപ്പൊ മെയിൻ ടെൻ അൻസ്, മെയിൻ്റെനൻസ്. ഇതൊക്കെ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. 40ക്ക് യു ഇല്ല, 12th പ്രിവിലേജ്, ഔട്ട്റൈറ്റ്, മെമെന്റോ, മെന്യൂവർ, മെയിൻ്റെനൻസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒപ്പോർ, ഒപ്പോർ തറപ്പിച്ച് പറഞ്ഞു, 2 P ഉണ്ട്. ഒപ്പോർ ചുനിറ്റി, ചുനിറ്റി കാരണം നമ്മളെപ്പോഴും ചൂ എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ ടി വരാറുണ്ട് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിൽ. അപ്പൊ അത് ഓർക്കാൻ മതി. ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ യൂണിറ്റി എന്ന് ഓർത്തോ. ഓക്കെ, അപ്പൊ ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് റിഡിക്കുലസ്. നമ്മൾ ചിലപ്പോൾ പറയുമ്പോഴൊക്കെ റെഡിക്കുലസ്, റെഡിക്കുലസ് എന്ന് അറിയാണ്ട് പറയാറുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ എഴുതുന്നത് എന്താ, റിഡിക്കുലസ് ആണ് കേട്ടോ. റിഡ്, റിഡിക്കുലസ്, റിഡിക്കുലസ് ആണ് സത്യം. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക, റിഡിക്കുലസ് ആണ് ശരി. നെക്സ്റ്റ് ഒമിഷൻ. കണ്ട, ഒമിഷൻ ഒരു M 2 S ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, M പതുക്കെ ഒമിഷൻ, ഒമിഷൻ അങ്ങനെ പറയാം കേട്ടാ, ഒമിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഓഫുൾ. ഓഫുളിന്റെ ഫുള്ളിന് ഒരല്ലേ ഉള്ളൂ, അപ്പൊ ഓഫുളിന് ഒരല്ലേ ഉള്ളൂ കണ്ടോ. ഓഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓർക്കാം, ഓഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് അല്ല, ഓഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ചീത്തക്കാര്യം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഫുള്ളില്ല, ഫുള്ള് 2 L ഇല്ല, അതുകൊണ്ട് ഓഫുൾ കേട്ടോ, ഒരെല്ലേ ഉള്ളൂ. അപ്പൊ ഓഫുൾ ഓർത്ത് വയ്ക്കാൻ തെറ്റാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് ട്രസ്പാസ്. ട്രസ്പാസും പെട്ടെന്ന് തെറ്റും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രസ് പാസ്, പാസ് നമുക്കറിയാം, പാസ്, PSS പാസ്.
അപ്പൊ ട്രസ് ഒരു എസ് ഉള്ളൂ കേട്ടോ. ട്രസ് പാസ് ഓക്കെ. ട്രസ് പാസ് ഓക്കെ. നെക്സ്റ്റ് നെസസറിക്കും ഒരു സിയും രണ്ടും എസ്സും ആണ് കേട്ടോ. നെസസറി നെസസറി. ഇവിടെ നമുക്ക് രണ്ട് സി ഉണ്ടോ എന്നുള്ളതായിരിക്കും മിക്കവാറും പേർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കാൻ, കൺഫ്യൂഷൻ വരാൻ സാധ്യതയാണ്. നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാൻ തോന്നും, പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് തന്നെ എഴുതി പഠിക്കുക. ഓപ്പർച്യൂണിറ്റി, റിഡിക്യുലസ്, ഒമിഷൻ, ഓഫുൾ, ട്രസ്പാസ്, നെസസറി കേട്ടോ. നെസസറി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു സെറ്റും കൂടെ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 55ഓളം വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ചേഞ്ചബിൾ നമ്മൾ നേരത്തെ നോട്ടീസബിൾ പഠിച്ച പോലെ തന്നെയാണ്. ചേഞ്ച് എന്ന് മൊത്തം എഴുതാം. ചേഞ്ച് എന്ന് എഴുതാം, ആപ്പിൾ എന്ന് എഴുതാം. ചേഞ്ചബിൾ കേട്ടോ. ചേഞ്ചബിൾ. നെക്സ്റ്റ് അനീമിയ. ഇതൊക്കെ നമുക്ക് എപ്പോഴും തെറ്റുന്നതാണ്. അനീമിയ, ആന ഇമിയ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അനീമിയ ആണ് കേട്ടോ. അനീമിയ എന്ന് ഓർക്കാൻ ആന എന്ന് ആദ്യം എഴുതണം ഓർത്താൽ മതി കേട്ടോ. അനീമിയ AEMIA. നെക്സ്റ്റ് ട്രാവലോഗിന് നമുക്ക് എപ്പോഴും 2 L ഉണ്ടോ എന്നൊരു സംശയം വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ട്രാവൽ എന്ന് എഴുതാം. ട്രാവലിന് ഒരല്ലേ ഉള്ളൂ. ട്രാവൽ എന്ന് എഴുതാം, ഓഗ് എന്ന് എഴുതാം. ട്രാവലോഗ്. തറപ്പിച്ച് പറയാണ്ടിരുന്നാൽ മതി. ട്രാവലോഗ് കേട്ടോ. OGUE ട്രാവലോഗ്. അപ്പൊ ചേഞ്ചബിൾ, അനീമിയ, ട്രാവലോഗ്. നെക്സ്റ്റ് ബിലീവ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കി. എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ ഐ ആണോ EI ആണോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ ബിലീവ് എന്ന് ആലോചിച്ചാൽ മതി. ഈവിന് എന്താ? EVE ആണ് ഈവ്. അപ്പൊ ബിലീവ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഈവ് ആണ് അവസാനം എന്ന് ആലോചിക്കാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ബിലീവ്. ഓക്കെ. നെക്സ്റ്റ് ഗ്രാമറും പണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എളുപ്പമാണ്. ഗ്രാമർ നമുക്കറിയാം. രണ്ടും A ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. ഗ്രാമർ ആണ്. ഗ്രാമർ അല്ല കേട്ടോ. A ആണ് ഗ്രാമർ. അപ്പൊ ചേഞ്ചബിൾ, അനീമിയ, ട്രാവലോഗ്, ബിലീവ്, ഗ്രാമർ കേട്ടോ. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 55ഓളം വേർഡ്സ് നമ്മൾ പഠിച്ചു. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തെറ്റാൻ സാധ്യതയുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.